ക്രിസ്തീയ ജീവിതത്തിലും കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നവർ, എന്നെ കേൾക്കുന്നവരിലുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിലും വഴിയിൽ നിർത്തിയിട്ട് പോകാതെ ആ താഴ്വരയിലൂടെ നടന്നു പോകേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. കണ്ണുനീരിന്റെ താഴ്വരയെ ഇവരെങ്ങനെയാണ് തരണം ചെയ്തത്? താഴ്വരയിൽ കൂടെ പോകുമ്പോൾ ഇവർക്ക് താഴ്വരയിലേക്ക്, ഈ കണ്ണുനീരിന്റെ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ഈ താഴ്വരയിൽ പോകാൻ ഇവർക്ക് ബലം ലഭിക്കുന്നത് എവിടുന്നാ? ഇവരുടെ കയ്യിലുള്ള റിസോഴ്സുകളെല്ലാം തീർന്നു. പക്ഷെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, ബലം ആരിൽ നിന്നാ? ആരിലാ ബലം? ദൈവത്തിലാണ് ഇവരുടെ ബലം. ഈ യാത്ര ഇവരെങ്ങോട്ടാ പോകുന്നത്? യെരുശലേമിലേക്കാ. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യെരുശലേമിലേക്കാ പോകുന്നത്. ദൈവം എവിടെ വസിക്കുന്നത്? യെരുശലേമിലാ. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, ദൈവം യെരുശലേമിലാണെങ്കിലും ഈ യാത്രയ്ക്ക് പുറപ്പെടുമ്പോ ആ യെരുശലേമിലുള്ള ദൈവം ഈ വഴിയാത്രയിൽ എന്നെ സഹായിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിലേക്കാ പോകുന്നേ. നമുക്ക് സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. കണ്ണുനീരിന്റെ ഉണങ്ങി വരേണ്ട ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തിയെങ്കിൽ, if God of Jerusalem strengthen the pilgrims far away, the God of heaven will impart strength to us who are here today. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുന്നു. യെരുശലേമിലെ ദൈവം, യെരുശലേം ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം, അവങ്കിലേക്ക് വരുന്ന തീർത്ഥാടകന്റെ വഴിയാത്രയിൽ ബലം പകർന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥകളിൽ, നമ്മുടെ നിരാശപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് ബലം പകരും. അവനാകട്ടെ നമ്മുടെ ബലം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറയും, പരിശുദ്ധാത്മാവിന്റെ സഹായം, ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പറഞ്ഞ, കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ നിന്മനം ഇളകാതെ നിന്മനം നിന്നോട് കൂടെ എന്നും ഇരിക്കുന്ന. കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിലും കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവനാണ് ഇവരുടെ ബലം.